നമസ്കാരം. കേന്ദ്രത്തെ വെല്ലുവിളിക്കാൻ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 30ാം എഡിഷനിൽ പ്രദർശനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട 19 സിനിമകൾ കേന്ദ്ര സർക്കാർ വെട്ടിയ വിഷയത്തിൽ ശക്തമായ നിലപാടുമായി സംസ്ഥാന സർക്കാർ മുമ്പോട്ട് പോകും. മുൻ നിശ്ചയിച്ചപ്രകാരം മുഴുവൻ ചിത്രങ്ങളും മുടക്കമില്ലാതെ പ്രദർശിപ്പിക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഇത് സംബന്ധിച്ച് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിക്ക് നിർദ്ദേശവും നൽകി. കേന്ദ്രാനുമതി ഇല്ലാതെയുള്ള സിനിമാ പ്രദർശനം പുതിയ വിവാദങ്ങൾക്കും വഴിവെക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അനുമതിയില്ലാതെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനമെടുത്തത്. കഴിഞ്ഞ തവണ പ്രേംകുമാറായിരുന്നു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ. പരാതികളില്ലാതെ മേള നടന്നു. എന്നാൽ ഇപ്പോൾ റസൂൽ പൂക്കുട്ടിയാണ് അക്കാദമി ചെയർമാൻ. പൂക്കുട്ടിയുടെ അസാന്നിധ്യവും ചർച്ചകളിലുണ്ട്. കേന്ദ്ര നടപടി 3 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന IFFKയിൽ അസാധാരണ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് മുൻകൂർ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം എല്ലാ സിനിമകളും മുടക്കമില്ലാതെ പ്രദർശിപ്പിക്കുന്നതിന് സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. ഡിസംബർ 19 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന മേളയിൽ 12,000-ലധികം ഡെലിഗേറ്റുകളും വിദേശത്തു നിന്നടക്കം 200ഓളം ചലച്ചിത്ര പ്രവർത്തകരും പങ്കെടുക്കുന്നുണ്ട്. ഫലസ്തീൻ പ്രമേയമായ സിനിമകൾക്കാണ് കേന്ദ്ര സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയത്. 4 ഫലസ്തീൻ സിനിമയുൾപ്പെടെ 19 ലോക സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ചത്. സാധാരണ സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത സിനിമകൾ വാർത്താ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ എക്സെപ്ഷൻ സർട്ടിഫിക്കറ്റോട് കൂടിയാണ് പ്രദർശിപ്പിക്കുന്നത്. മേള തുടങ്ങി 4 ദിവസം കഴിഞ്ഞിട്ടും 19 സിനിമകൾ കേന്ദ്രം പരിഗണിച്ചിട്ടില്ല. മുൻ വർഷങ്ങളിൽ IFFKയിൽ പ്രദർശിപ്പിച്ചവയും സുവർണ ചകോരം ലഭിച്ചവയും ഇതിൽ ഉൾപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ ശക്തമായ നിലപാട് സാംസ്കാരിക വകുപ്പ് എടുക്കുകയാണ്. കേരളത്തിന്റെ പുരോഗമനപരമായ സാംസ്കാരിക പാരമ്പര്യത്തിന് നേരെയുള്ള ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. മേളയുടെ പാരമ്പര്യത്തെയും പുരോഗമന സ്വഭാവത്തെയും തകർക്കുന്ന ജനാധിപത്യ വിരുദ്ധ സമീപനത്തെ അംഗീകരിക്കാൻ കഴിയില്ല. കലാവിഷ്കാരങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണങ്ങൾക്കെതിരെയുള്ള നിലപാട് ശക്തമായി തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഫെസ്റ്റിവൽ ഷെഡ്യൂളിലും ബുക്കിലും ഇവ പ്രസിദ്ധീകരിക്കുകയും വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. മേളയിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളുടെ അവകാശം നിഷേധിക്കാനാവില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. IFFK 30ാം എഡിഷനിലെ ചില സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ച കേന്ദ്ര സർക്കാർ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിച്ചിട്ടുണ്ട്. രാജ്യത്ത് ഭിന്നസ്വരങ്ങളെയും വൈവിധ്യമാർന്ന സർഗാവിഷ്കാരങ്ങളെയും അടിച്ചമർത്തുന്ന സംഘപരിവാർ ഭരണകൂടത്തിന്റെ ഏകാധിപത്യ വാഴ്ചയുടെ നേർക്കാഴ്ചയാണ് ചലച്ചിത്രമേളയിൽ ഉണ്ടായിരിക്കുന്ന സെൻസർഷിപ്പ്. ഇത്തരത്തിലുള്ള കത്രിക വെക്കലുകൾക്ക് പ്രബുദ്ധ കേരളം വഴങ്ങില്ല. പ്രദർശനാനുമതി നിഷേധിക്കപ്പെട്ട എല്ലാ സിനിമകളും മേളയിൽ പ്രദർശിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതിനിടെ IFFKയിൽ ഫലസ്തീൻ സിനിമകൾക്ക് കേന്ദ്ര സർക്കാർ പ്രദർശനാനുമതി നിഷേധിച്ച സംഭവത്തിൽ ചലച്ചിത്ര അക്കാദമിയെയും സംസ്ഥാന സർക്കാരിനെയും വിമർശിച്ച സംവിധായകൻ ഡോക്ടർ ബിജു രംഗത്ത് വന്നു. 1 മാസം മുമ്പെങ്കിലും അനുമതി ആവശ്യമായ സിനിമകളുടെ പട്ടിക കേന്ദ്ര സർക്കാരിന് അക്കാദമി നൽകണം. മുൻകൂട്ടി സമർപ്പിച്ചിട്ടും കേന്ദ്ര സർക്കാർ അനുമതി നൽകുന്നതിന് കാലതാമസം വരുത്തിയോ എന്നതാണ് ഒന്നാമതായി പരിശോധിക്കേണ്ടതെന്ന് ബിജു പറയുന്നു. IFFKയുടെ നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിക്കേണ്ട അക്കാദമി ചെയർമാൻ മേളയുടെ പരിസരത്ത് പോലുമില്ലെന്നും കേരള ചലച്ചിത്രമേളയുടെ 30 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാനും ആർട്ടിസ്റ്റിക് ഡയറക്ടറും ഇല്ലാത്ത ഒരു ചലച്ചിത്രമേള നടക്കുന്നതെന്നും ബിജു വ്യക്തമാക്കി. IFFKയിൽ 19 സിനിമകൾക്ക് കേന്ദ്ര സർക്കാർ പ്രദർശനാനുമതി നിഷേധിച്ചു എന്ന വാർത്ത കാണുന്നു. പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടാവുന്നു. എന്താണ് ഇതിന്റെ പിന്നിൽ? എന്തൊക്കെയാവാം കാരണങ്ങൾ? സാധാരണ രീതിയിൽ രാജ്യാന്തരമേളയിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകൾ ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായാണ് പ്രദർശിപ്പിക്കേണ്ടത്. ഇന്ത്യയിൽ സെൻസർ ചെയ്തിട്ടില്ലാത്ത വിദേശ സിനിമകളാണെങ്കിൽ ആ സിനിമകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ അനുമതി ലഭ്യമായാൽ മാത്രമേ ആ മേളയിൽ പ്രദർശിപ്പിക്കാൻ സാധിക്കൂ. ഇതിനു മുൻപും അങ്ങനെ തന്നെയാണ് കേരള മേളയും ഗോവ മേളയും പൂനെയും കൊൽക്കത്തയും ബംഗളൂരും ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ മേളകളും ചെയ്യുന്നത്. സാധാരണ നിലയിൽ ഇത്തരത്തിൽ കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ച സിനിമകൾ മാത്രമേ മേളയിലേക്ക് ഷെഡ്യൂൾ ചെയ്യുകയുള്ളൂ. അനുമതി ലഭിക്കാതെ മുൻകൂട്ടി സിനിമകൾ ഷെഡ്യൂൾ ചെയ്യാറില്ല. ഇവിടെ എന്തുകൊണ്ടാണ് അനുമതി ലഭിക്കാതെ സിനിമകൾ ഷെഡ്യൂൾ ചെയ്യാനുണ്ടായ സാഹചര്യം എന്നത് വ്യക്തമല്ല. ഇന്ത്യയിൽ സെൻസർഷിപ്പ് ഇല്ലാത്ത വിദേശ സിനിമകൾ വളരെ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്കായി നൽകിയ മേള ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അനുമതി ലഭ്യമാക്കി സിനിമകൾ ഷെഡ്യൂൾ ചെയ്യുക എന്ന പ്രോസസ്സ് ഇവിടെ കൃത്യമായി നടക്കാഞ്ഞതിന് കാരണങ്ങൾ എന്താവാം? ചലച്ചിത്ര അക്കാദമി കുറഞ്ഞത് 1 മാസത്തിന് മുൻപെങ്കിലും അനുമതി ആവശ്യമായ സിനിമകളുടെ ലിസ്റ്റുകൾ കേന്ദ്ര സർക്കാരിന് നൽകേണ്ടതുണ്ട്. അങ്ങനെ മുൻകൂട്ടി സമർപ്പിച്ചിട്ടും കേന്ദ്ര സർക്കാർ അനുമതി നൽകുന്നതിന് കാലതാമസം വരുത്തിയോ എന്നതാണ് ഒന്നാമതായി പരിശോധിക്കേണ്ടത്. അങ്ങനെ വളരെ മുൻപേ സമർപ്പിച്ചിട്ട് കേന്ദ്ര സർക്കാർ സമയബന്ധിതമായി അനുമതി നൽകാൻ താമസം വരുത്തിയെങ്കിൽ അത് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ശരിയായ ഒരു രീതി അല്ലെന്നും ബിജു പറയുന്നു.